കേരളം എത്ര മനോഹരം അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്, നമ്മുടെ കൊച്ചു കേരളം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്? ഇതിനിടയിൽ ഞാൻ തിരുവനന്തപുരം പോയപ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ച പാളയം ജംഗ്ഷനിൽ. അതായത് അവിടെ ഒരു പാളയം പള്ളി, മുസ്ലിം പള്ളി, വളരെ പ്രസക്തമായ പള്ളിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ക്ഷേത്രം, ഇപ്പുറത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളി. ഒരു പ്രശ്നവും ആർക്കുമില്ല. ഇവിടെ മുസ്ലിമുകളുടെ നബിദിന ജാഥ പോകുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് അമ്പലത്തിലെ ആളുകൾ ചെറുനാരങ്ങ വെള്ളം കൊടുക്കുന്നു, ഇപ്പുറത്തുനിന്ന് പായസം കൊടുക്കുന്നു, ക്രിസ്മസിൻ്റെ കേക്ക് കൊടുക്കുന്നു. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ അപ്പം തുടങ്ങും അടി. ഒരു ജാഥ പോയിട്ടുണ്ടെങ്കിൽ തുടങ്ങും പ്രശ്നം. ഹോളി വന്നപ്പോൾ 70ഓളം മുസ്ലിം പള്ളികൾ താർപ്പായിട്ട് പൂട്ടി. ഇതൊന്നും കേരളത്തിൽ നടക്കില്ല. കേരളം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു നാട് തന്നെയാണ്. കാരണം എന്താ, ഇവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. സാംസ്കാരികമായി വളരെ ഉയർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് നമ്മൾ എവിടെ പോയാലും മലയാളികൾക്ക് അതിൻ്റേതായ ഒരു വിലയുണ്ട്. അറബ് രാഷ്ട്രങ്ങളാട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, എവിടെ പോയിക്കോട്ടെ. ഈ ഒരു ജനങ്ങൾ തമ്മിലുള്ള ജാതി മതഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് സഹോദരന്മാരൊപ്പം കഴിയുന്ന ഈ കൊച്ചു കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ നടക്കൂല, ഒന്നും നടക്കൂല. ഈ കേരളം ഈ നമ്മൾ വർഗീയവാദികൾക്കോ ആർക്കോ വിട്ടുകൊടുക്കൂല. മലയാളികളാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്. കേരളം സിന്ദാബാദ്.